ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ, വീണ്ടും നമ്മൾ മുന്നറിയിപ്പുകളും അറിയിപ്പുകളും ഓർമ്മപ്പെടുത്തലുകളും താക്കീതുകളുമായിട്ട് വീണ്ടും സിസ്റ്റർ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രേരണ അനുസരിച്ച് തന്നെയാണ് ഈ വീഡിയോസ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ വീഡിയോയിലെ വിഷയം വിവാഹ വസ്ത്രം. നിന്റെ വിവാഹ വസ്ത്രം. പ്രിയപ്പെട്ടവരെ, വിവാഹത്തിന് സമ്മതം കഴിഞ്ഞ് നമ്മൾ വിവാഹ ദിനമാകുമ്പോൾ ആ പെൺകുട്ടി തൻ്റെ ഭർത്താവിന് മാത്രമായിട്ട് അവൾ സ്വന്തമാക്കപ്പെടാൻ പോവുകയാണ്. ആ പെൺകുട്ടി അവൾ ധരിക്കുന്ന വിവാഹ വസ്ത്രവുമായിട്ട് പരിശുദ്ധ ദിവ്യകാരുണ്യം എഴുന്നള്ളിയിരിക്കുന്ന ആ ദേവാലയത്തിലേക്ക്, ചിലപ്പോൾ കുർബാന വരെ ഉണ്ടായിരിക്കും, കടന്നു വരുന്ന വേഷവിധാനം, പ്രദർശന ഒരു വസ്തു കടന്നു വരുന്ന പോലെ ഒരിക്കലും ആകരുത്. ആ വരൻ്റെ വീട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ വരന് വധുവിനെ കൊടുത്തു കഴിയുമ്പോൾ വരൻ ചിന്തിക്കണം, എനിക്ക് മാത്രം കാണാനും ആസ്വദിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ളതാണ് ആ സ്ത്രീയുടെ ശരീരം. അത് കല്യാണ ദിവസം മറ്റുള്ളവർക്ക് പ്രദർശന വസ്തുവായിട്ട് മാറരുത്. ഈ വധുവിനെ കെട്ടാൻ പോകുന്ന വരൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ നല്ല കോട്ടൊക്കെ ഇട്ടിട്ട് നല്ല ടിപ്പ് ടോപ്പാണല്ലോ, എന്നാൽ വധുവിൻ്റെ വസ്ത്രം കെട്ട് നമ്മൾ ഞെട്ടിപ്പോവും. വിവാഹത്തിന് ഞങ്ങൾ പള്ളിയിലേക്ക് വരുന്നില്ല, പക്ഷെ പലരും വേഷവിധാനങ്ങളുമായിട്ട് സിസ്റ്റേഴ്സിൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ അടുത്ത വീടുകളൊക്കെ നമ്മളെ കാണാൻ വരുമ്പോൾ ആ വേഷത്തിൽ നമ്മളെ ഫോട്ടോസ് അയച്ചു തരല്ല കാണുമ്പോൾ നമ്മൾ ലജ്ജിച്ച് പോവാണ്. ഇതൊക്കെ നടക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ തന്നെയാണ്, അല്ലാതെ നമ്മൾ കൊറിയ ചൈനീസ് പോലത്തെ സ്ഥലങ്ങളിലല്ല. അവിടുത്തെ വേഷവിധാനങ്ങൾ ദൈവത്തിൻ്റെ നാടായ ഈ കേരളത്തിലെ ക്രൈസ്തവ മക്കൾക്ക് അനുയോജ്യമല്ല. ഇവിടെ വൈദികർക്ക്, ബഹുമാനപ്പെട്ട വൈദികർക്കൊരു സ്ഥാനമുള്ളത്. ഇങ്ങനെയുള്ള വിവാഹങ്ങൾ നിങ്ങൾ ആശീർവദിക്കരുത്. ഉചിതമായ മാന്യമായ വസ്ത്രധാരണത്തോടു കൂടെ വരുന്ന വിവാഹങ്ങൾ മാത്രമേ നിങ്ങൾ ആശീർവദിക്കാൻ പാടുള്ളൂ എന്നും കൂടി ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വളരെ കഷ്ടമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. സങ്കടം തോന്നും, ലജ്ജ തോന്നുകയാണ്. സ്ത്രീയുടെ ശരീരം പ്രദർശന വസ്തുവായിട്ട് ഈ കൊച്ചു കേരളത്തിലെ ഇത് അനുവദനീയമല്ല. ക്രൈസ്തവ ദേവാലയങ്ങളിൽ അതിന് തക്ക നിർദ്ദേശങ്ങളും കർശനമായ നടപടികളും സ്വീകരിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത്. പ്രത്യേകിച്ച് വരൻ്റെ വീട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്, തൻ്റെ മകൻ, ആ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, തൻ്റെ മകന് മാത്രമായിട്ടുള്ള ഈ പെൺകുട്ടിയെ മറ്റുള്ളവർക്ക് ആസ്വദിക്കാനുള്ള പ്രദർശന വസ്തുവായിട്ട് ഈ കുർബാനയുടെ മണിക്കൂറും ഈ കല്യാണക്കെട്ടിൻ്റെ മണിക്കൂറും കഴിഞ്ഞു പോകരുത്. നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. വധുവിൻ്റെ വീട്ടുകാരേക്കാളധികം വരൻ്റെ വീട്ടുകാർ പറയണം, ഇത്തരം വസ്ത്രം ഇട്ടിട്ട് എൻ്റെ മകൻ്റെ അടുത്ത് കല്യാണക്കെട്ടിന് വരരുത്. എന്തായാലും നിങ്ങൾ രണ്ട് വീട്ടുകാരും എൻ്റെ അഭിപ്രായം ശരിയാകുകയാണെങ്കിൽ വസ്ത്രങ്ങൾ എടുക്കാനും സ്വർണം എടുക്കാനും എല്ലാറ്റിനും വധുവിൻ്റെ വീട്ടുകാരും വരൻ്റെ വീട്ടുകാരും ഒരുമിച്ച് തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മേഖലയാണ്. പിശാച് നിങ്ങളെ അപ്പോൾ തന്നെ കയ്യിലാക്കി കഴിഞ്ഞു. ഇതൊരു മുന്നറിയിപ്പാണ്, താക്കീതാണ്, ഓർമ്മപ്പെടുത്തലാണ്, ഒരു വലിയ നിർദ്ദേശമാണ്. ആമേൻ.